നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 30. അങ്ങനെ അവസാന മണിക്കൂറിലെ ശക്തമായ ഉയർച്ചയുടെ ഫലമായിട്ട് നേരിയതാണെങ്കിലും ഇന്നും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടം തുടരുവാനുമായി, മാത്രമല്ല ഈ മാസം 17-ാം തീയതിക്ക് ശേഷം ആദ്യമായിട്ട് നിഫ്റ്റിക്ക് 24,300 എന്ന ലെവൽ മറികടക്കുവാനും ഈ ലെവലിന് മുകളിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഒത്തിരിയേറെ നാളുകൾക്ക് ശേഷമാണ് അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ് നിഫ്റ്റിയിൽ ലഭ്യമാവുന്നതും. ഒരു വശത്ത് എണ്ണയുടെ വിലയിൽ ഉണ്ടാകുന്ന ശക്തമായ ഉയർച്ചയും മറ്റൊരു വശത്ത് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന വേളയിലും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി നിഫ്റ്റിക്ക് 66 പോയിന്റുകളുടെയും സെൻസെക്സിന് 273 പോയിന്റുകളുടെയും നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് 58 പോയിന്റുകളുടെ നേരിയ നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. അതേസമയം ബോർഡർ മാർക്കറ്റ്സിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പിന് 0.5%-ലേറെയും മിഡ് ക്യാപ്പിന് 0.25%-ലേറെയും നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും ആകെ 1116 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടിയും അതേസമയം 1864 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. M&M, ഐഷ മോട്ടേഴ്സ്, മാരുതി സുസുക്കി, കോൾ ഇന്ത്യ, ടെക് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റി 50-യിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറിയപ്പോൾ അദാനി പോർട്സ്, ശ്രീറാം ഫൈനാൻസ്, HDFC ലൈഫ്, അൾട്രാടെക് സിമന്റ്, ജിയോ ഫിനാൻഷ്യൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറുകയും ചെയ്തു. ഈ ആഴ്ചയില് തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിലെ നേട്ടങ്ങൾക്ക് ശേഷം ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് $നെതിരെ ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 4 പൈസയുടെ നഷ്ടത്തോടുകൂടി 95.68 എന്ന ലെവലിൽ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഫിനാൻസ്, ഹെൽത്ത് കെയർ, ക്യാപിറ്റൽ ഗുഡ്സ്, പവർ, FMCG, കെമിക്കൽ, ഇൻഫ്രാസ്ട്രക്ചർ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകൾക്ക് ഇന്ന് നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഓട്ടോമൊബൈൽസ്, മെറ്റൽ ആൻഡ് മൈനിങ്, ഓയിൽ ആൻഡ് ഗ്യാസ്, IT തുടങ്ങിയ മേഖലകൾക്ക് ഇന്ന് നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി Q1 ഏർണിംഗ്സിലുണ്ടായ വീക്ക്നെസിന്റെ ഫലമായിട്ട് തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും തങ്കമയിൽ ജ്വല്ലറിയുടെ സ്റ്റോക്ക് പ്രൈസിൽ 10% ലോവർ സർക്യൂട്ട് അടിച്ചു. എന്നാൽ ഇന്നലെ നമ്മൾ സ്റ്റോക്കിംഗ് ന്യൂസിൽ കണ്ടിരുന്നു SML മഹീന്ദ്രയ്ക്ക് M&Mന്റെ ഭാഗത്ത് നിന്നും ട്രക്കുകളുടെയും ബസ്സുകളുടെയും ഡിവിഷൻ 525 കോടി രൂപയ്ക്ക് കൈമാറുകയാണെന്ന്. ഈ ഒരു വാർത്ത ഇന്നലെ വന്നതിനെ തുടർന്ന് ഇന്നലെ 20% അപ്പർ സർക്യൂട്ട് അടിച്ച SML മഹീന്ദ്രയുടെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്നും 20% അപ്പർ സർക്യൂട്ട് വീണ്ടും അനുഭവപ്പെട്ടു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റില് ശക്തമായ നെഗറ്റീവ് ഫാക്ടേഴ്സ് നിലനിൽക്കുമ്പോഴും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഇന്നലെ US-ലെ ഫെഡ് മോണിറ്ററി പോളിസിയുടെ അവസാനമായി ഫെഡ് ചെയർമാന്റെ ഭാഗത്ത് നിന്നും ഹോക്കിഷ് ആയിട്ടുള്ള കമന്റ് വന്നെങ്കിൽ കൂടിയിട്ടും US-ലെ ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റഡി ആയിട്ട് തന്നെ നിലനിർത്തിയത് ഇന്ന് വീണ്ടും ഇന്ത്യൻ IT മേഖലയ്ക്ക് കരുത്ത് പകരുന്ന കാഴ്ചകൾ കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. ഇന്നും നിഫ്റ്റി ITക്ക് 2%-ലേറെ നേട്ടം കൈവരിക്കുവാനുമായിരുന്നു ഇൻട്രാഡേ ബേസിസിൽ. ഇതിനെ തുടർന്ന് തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനുകളിലെ അതായത് തിങ്കൾ മുതൽ ഇന്ന് വരെ നിഫ്റ്റി ITയിൽ 10%-ഓളം റാലിയാണ് അനുഭവപ്പെട്ടതും. എങ്കിലും ഇന്നത്തെ നേട്ടങ്ങളുടെ ഭൂരിഭാഗം പോയിന്റുകളും അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ നിഫ്റ്റി ITയിൽ നിന്നും ചോർന്നു ഉണ്ടായി. എങ്കിലും ഇന്ന് നിഫ്റ്റി ITക്ക് ഒരു പരിധിവരെ ശക്തി ആർജിക്കുവാൻ സാധിച്ചതും ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷം ഇന്നലെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റില് വിദേശ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഒന്നിച്ച് ബയേഴ്സ് ആയിട്ട് മാറുന്ന കാഴ്ച കാണുവാനായിട്ടും സാധിച്ചു. ഈ ഒരു കാഴ്ച വളരെ അപൂർവമായിരുന്നു ഈ അടുത്ത കാലത്ത്. മാത്രമല്ല വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഏകദേശം 3000 കോടി രൂപയ്ക്ക് അടുത്തായിട്ട് ഇന്നലെ ബൈയിങ്ങും നടത്തി. ഇതിനെല്ലാം പുറമെ ഇന്ന് സെൻസെക്സിന്റെ മന്ത്ലി എക്സ്പയറി ആയതിനാൽ തന്നെ മന്ത്ലി എക്സ്പയറോടനുബന്ധിച്ച് അനുഭവപ്പെട്ട വോൾട്ടാലിറ്റിയും സെൻസെക്സിനെ നിഫ്റ്റിയെയും ഇന്ന് നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സഹായിച്ചു. എന്നാൽ അതേസമയം ഇന്നലെ രാത്രിയിലെ എണ്ണയുടെ വിലയിലുണ്ടായ ശക്തമായ കുതിപ്പും ഇന്നും വീണ്ടും എണ്ണയുടെ വില ഉയർന്ന തോതിലായിട്ട് തന്നെ നിലനിന്നതും ഇതിനെല്ലാം പുറമെ തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിൽ ഈ ആഴ്ചയിൽ ഇടിവ് രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സിൽ നിന്ന് പലപ്പോഴും ശക്തമായ ഉയർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല ക്ലോസിംഗ് ബേസിസിൽ 1.17% ഉയർച്ചയോട് കൂടിയിട്ടാണ് ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. കൂടാതെ എണ്ണയുടെ വിലയിലുണ്ടായ ശക്തമായ വർധനവ് മൂലവും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ $ന്റെ ഡിമാൻഡ് വർദ്ധിച്ചത് മൂലം ഇന്ന് $നെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് നേരിയ തോതിലാണെങ്കിലും ഇടിവ് നേരിടേണ്ടി വന്നതും നമ്മുടെ മാർക്കറ്റിന് ക്ഷീണമേൽപ്പിച്ചു. ഇന്ന് മാർക്കറ്റിന് നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായെങ്കിലും ഇന്നത്തെ നേട്ടം നമുക്ക് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നുമുണ്ട്. കാരണം മിഡിൽ ഈസ്റ്റില് പ്രശ്നങ്ങൾ നിലവിൽ US-ഉം ഇറാനും തമ്മിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ കഴിഞ്ഞ ആഴ്ച വരെ അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക്
പടരുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ടും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമ്മൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുമുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അനൗൺസ്മെന്റുകൾ ഒഫീഷ്യലി വരികയാണെങ്കിൽ അത് മാർക്കറ്റിൽ ഹ്യൂജ് വോൾട്ടാലിറ്റിയും അനുഭവപ്പെട്ടേക്കാം. എസ്പെഷ്യലി ഇന്നത്തോടുകൂടി നിഫ്റ്റിയുടെ അടുത്ത ആഴ്ചയിലേക്കുള്ള വീക്ക്ലി കോൺട്രാക്ട്സിലെ പുട്ട് ഓപ്ഷനിലെ OTM-ലുള്ള സ്ട്രൈക്കുകളുടെയൊക്കെ പ്രീമിയംസ് ഒക്കെ ഏകദേശം ഇന്നത്തോടുകൂടി കൊളാപ്സ് ആയിട്ടുണ്ട്. എങ്കിലും ഓപ്ഷൻ റൈറ്റേഴ്സ് ഒക്കെ എസ്പെഷ്യലി പുട്ട് സൈഡിലേക്ക് എൻ്റർ ചെയ്യുന്നവർ വളരെ കെയർഫുൾ ആകണം. ഏതെങ്കിലും നിമിഷം എന്തെങ്കിലും കാരണവശാല് ഒരു ബാഡ് ന്യൂസ് വരികയാണെങ്കിൽ ഒരുപക്ഷെ പ്രീമിയം ഒക്കെ ശക്തമായ തോതിൽ ഉയരുവാനുള്ള സാധ്യതകളുമുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ രാവിലത്തെ തൽസ്ഥിതി തുടരുന്നുണ്ട്. 158 പോയിന്റുകളുടെ നേട്ടം അഥവാ 0.31% നേട്ടത്തോടു കൂടിയിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%, ഫ്രാൻസ് മാർക്കറ്റ് 0.25%ലേറെയും നേട്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ജർമ്മൻ മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോടു കൂടിയും ട്രേഡിംഗ് നടത്തുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിൽ നിന്നും ഇന്ന് നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് അനുഭവപ്പെടുന്നതും. ആകെ ഇന്ത്യ, ജപ്പാൻ, ഹോങ്കോങ്, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക് മാത്രമേ ഇന്ന് നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായുള്ളൂ. ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എണ്ണയുടെ വില തൽസ്ഥിതി തുടരുന്നുണ്ട് രാവിലത്തെ അതേപടി തന്നെ. ബ്രന്റ് ക്രൂഡിന്റെ വില $90.87 എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വില $84.27 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില 0.5% ഉയർച്ചയോടുകൂടി $476.75 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. എക്സ്ട്രാനെറ്റ് ടെക്നോളജീസ് ഇന്ന് സ്റ്റോക്ക് NSE-യിൽ മെയിൻ ബോർഡിലേക്ക് IPO പ്രൈസിൽ നിന്നും 7% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ലോഹിയ കോർപ്പ് ഇന്ന് സ്റ്റോക്ക് NSE മെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് IPO പ്രൈസിൽ നിന്നും 9% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെട്ടു. എക്സൈഡ് ഇൻഡസ്ട്രീസ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റില് 28%, റവന്യൂവില് 17.8% വർധനവ് രേഖപ്പെടുത്തി. വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് നെറ്റ് പ്രോഫിറ്റില് 50%, റവന്യൂവില് 13% വർധനവ് രേഖപ്പെടുത്തി. ബോണ്ടാഡ എഞ്ചിനീയറിംഗ് പ്രതിരോധ ബഹിരാകാശ സാങ്കേതിക വിദ്യകളിൽ വൈവിധ്യം തെളിയിച്ച KCS എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസിലെ 75% വരുന്ന ഓഹരികൾ ബോണ്ടാഡ എഞ്ചിനീയറിംഗിന്റെ ഉപകമ്പനി ഏറ്റെടുത്തു. പ്രോ സൊല്യൂഷൻസ് 50 കോടി രൂപയുടെ ഓട്ടോമേറ്റഡ് ഫെയർ കളക്ഷൻ സംവിധാനങ്ങൾക്കായി മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിന്ന് കരാർ ലഭിച്ചു. JSW എനർജി ആൻഡ് JSW സ്റ്റീൽ 2027 സാമ്പത്തിക വർഷത്തിലെ Q1 JQG പാർട്ട്നേഴ്സ് 4,994 കോടി രൂപയുടെ പുതിയ ഓഹരികൾ 2 സ്റ്റോക്കിലുമായിട്ട് സ്വന്തമാക്കി എന്നുള്ള റിപ്പോർട്ട്സ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഹെസ്റ്റർ ബയോസയൻസ് പ്രോഫിറ്റില് 459% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 8% ഇടിവും രേഖപ്പെടുത്തി. വേദാന്ത അലൂമിനിയം മെറ്റൽ നെറ്റ് പ്രോഫിറ്റില് 34% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 12% ഉയർച്ച രേഖപ്പെടുത്തി. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റില് 50%, റവന്യൂ ഫ്രം ഓപ്പറേഷൻസില് 24% വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.